ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കിനെ പറ്റിയും അതിൽ കസ്റ്റമേഴ്സിന് പറ്റുന്ന ചതിവിനെ പറ്റിയും എനിക്ക് പേഴ്സണലി സംഭവിച്ച ഒരു എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പരമാവധി ഈ വീഡിയോ കാണുന്നവർ അതും കൂടെ കാണാൻ ശ്രമിക്കുക, അപ്പോഴേ ഫുൾ സ്റ്റോറി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ബൊട്ടീക്കിൽ നിന്ന് ഞാൻ 2024 സെപ്റ്റംബർ മാസം 4-ാം തീയതി ഓർഡർ ചെയ്ത ഒരു ഓർഡറാണ്. അത് ജനുവരിയിൽ നടക്കാൻ പോകുന്ന 2025 ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഒരു മാര്യേജിന് വേണ്ടി ബൾക്കായിട്ട് ഓർഡർ ചെയ്ത ഒരു സാധനങ്ങളുടെ കാര്യമാണ്. അത് ഇന്നിപ്പോൾ 2025 ജൂൺ 12 ആയിട്ടുണ്ട്. ഇന്നുവരെയും എൻ്റെ കയ്യിൽ ആ ഓർഡർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഈ തട്ടിപ്പിനെ പറ്റി ഒരുപാട് പേര് വീഡിയോ ചെയ്യുകയും ഒരുപാട് പേര് എൻ്റെ തന്നെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുകയും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറൊരു സൈഡ്. അതുകൂടാണ്ട് ഞാൻ അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് എന്താ പറയുക, ഇമെയിലൊന്നും അങ്ങനെ നോക്കുന്ന ആളല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ മൂൺ ഗോഡസിൻ്റെ ഒരു മെസ്സേജ് ഒരു ഇമെയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇമെയിലാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. മാന്യ ഉപഭോക്താക്കളെ, വർഷങ്ങളായി സ്തുത്യർഹമായ സേവനം നടത്തുന്ന നമ്മളുടെ സ്ഥാപനം ഒരു മോശാവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ്. നിങ്ങളുടെ സഹായ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷമഘട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് കരകയറാൻ സാധിക്കുകയുള്ളൂ നിങ്ങളെ അറിയിക്കുന്നു. ഈ വിഷമഘട്ടത്തിൽ നിങ്ങൾ കാണിക്കുന്ന കരുണ എന്നെന്നും ഞങ്ങൾ ഓർത്തിരിക്കുമെന്നും സഹജീവികളോട് കാണിച്ച കരുണയ്ക്ക് എന്നും കടപ്പാടും സ്നേഹവും വിശ്വാസവും വെച്ചു പുലർത്തുമെന്നും ഇതിനാൽ ഞങ്ങൾ സത്യം ചെയ്യുന്നു. ഈ സ്ഥാപനത്തിൻ്റെ അറിവില്ലാതെ സംഭവിച്ച ഒരു അപകടത്തെ തുടർന്നാണ് ചില തുണിത്തരങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ആയതിനെ തുടർന്ന് താങ്കൾ ഓരോരുത്തരുടെയും സേവനത്തിന് കാലതാമസം, അതായത് ഈ 1 ഇയർ കാലതാമസം വരികയാണെന്നും 1 വർഷം മുമ്പ് ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിയിട്ടില്ല, അതിൻ്റെ എക്സ്ക്യൂസാണിത്. കാലതാമസം സത്യമായും ഈ സ്ഥാപനത്തിൻ്റെ വീഴ്ച അല്ലെങ്കിൽ പോലും ആയതിന് വ്യസന സമേതം ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ തണലിൽ തളരിട്ട ഈ സ്ഥാപനത്തെ അങ്ങേയറ്റം പിന്തുണയ്ക്കുമെന്നും സഹായിക്കുമെന്നും ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ എല്ലാവിധ പിന്തുണയും മുൻപേ നൽകിയതുപോലെ നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് വാം റിഗാർഡ്സ്. ഓക്കെ, ഈ പറയുന്ന വ്യക്തിയല്ല, ഈ ബൊട്ടീക്കിൽ നിന്ന് വന്ന ഒരു ഇമെയിലാണിത്. ഇംഗ്ലീഷിലുമുണ്ട്, ഇതിൻ്റെ തർജ്ജമയുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നും അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. നല്ല സന്തോഷമായിട്ട് തുള്ളിച്ചാടി ചാടി വരുന്നു, ഡ്രസ്സ് ഇടുന്നു, ഈ വീഡിയോകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ ബിസിനസ്സാണ്, അവർക്ക് അവരുടെ പ്രൊമോഷൻ ചെയ്തേ പറ്റുള്ളൂ. അതുകൂടാണ്ട് ഇവർ വിദേശ പര്യടനങ്ങളും ഇവർ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഈ റീസെൻ്റ്ലി വരെ ഇട്ടിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിൽ. എന്നാൽ പിന്നെ ഇവരുടെ സ്ഥാപനത്തിന് തീ പിടിച്ചെന്നോ ഇവരുടെ സ്ഥാപനത്തിൽ അങ്ങനെ വീഴ്ച ഉണ്ടായെന്നോ പറഞ്ഞുകൊണ്ട് ഇവരൊരു വീഡിയോ ഇട്ടിട്ടില്ല. ഇത് കസ്റ്റമേഴ്സിന്